പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് ഏറ്റവും അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അനുനിമിഷം ഞങ്ങളെ വഴി നടത്തുകയും ഞങ്ങളെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നൂറാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഭൂമി മുഴുവൻ കർത്താവിന്റെ മുമ്പിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ. കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാണ്. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുക. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടത്തേക്ക് നന്ദി പറയുക. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. ഓ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഹൃദയപൂർവം നന്ദി പറയാനും അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ അവിടുത്തെ തിരുസന്നിധിയിൽ ആയിരുന്നു കൊണ്ട് അനുസ്മരിക്കാനും ഞങ്ങളിതാ ഒന്നു ചേർന്നിരിക്കുന്നു. ഹൃദയമുയർത്തി ചിന്തകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം, നന്ദി പറയാം. ഓ പരമപരിശുദ്ധനായ ദിവ്യകാരുണ്യനാഥ, ഈ തിരുമണിക്കൂറിൽ അങ്ങയുടെ മുമ്പിലായിരുന്നു കൊണ്ട് അങ്ങയെ ആരാധിക്കാൻ ഞങ്ങളിതാ അങ്ങയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്നു. ജ്വലിക്കുന്ന തീക്ഷ്ണതയോടെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കട്ടെ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: എലിയ പ്രവാചകൻ നടന്ന് കർത്താവിന്റെ മലയായ ഹോറേബിലെത്തി. അവൻ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വെച്ച് കർത്താവിന്റെ സ്വരം അവൻ കേട്ടു: എലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? എലിയ ഉത്തരം പറഞ്ഞു: സൈന്യങ്ങളുടെ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. നമുക്കും പറയാം: ഈശോയെ, ജ്വലിക്കുന്ന ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കാൻ അണഞ്ഞിരിക്കുന്നു. നമ്മെ പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിച്ച് അവിടുത്തെ സന്നിധിയിൽ വിധേയപ്പെട്ട് എളിമ നിറഞ്ഞ ഹൃദയവുമായി അവിടുത്തെ നമുക്ക് ആരാധിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ ദൂതൻ ദാനിയേലിനോട് പറഞ്ഞു: ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ, നിന്നോട് പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കുക. അവൻ പറഞ്ഞു: ഭയപ്പെടേണ്ട,
ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. എളിമ നിറഞ്ഞ മനസ്സോടും ഹൃദയത്തോടും കൂടെ തിരുവോസ്തിരൂപനായ നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. തിരുവോസ്തിയിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പാടാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധനായവൻ, സർവശക്തൻ, എല്ലാറ്റിന്റെയും സൃഷ്ടാവ് നമ്മുടെ മുമ്പിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു. വളരെ താല്പര്യത്തോടും വിശ്വാസത്തോടും കൂടി നമുക്ക് അവനെ ആരാധിക്കാം. ശ്രദ്ധമയായ നല്ല യേശുവേ, ഈ തിരുഹൃദയ തിരുനാളിൽ അങ്ങയെ ആരാധിക്കാൻ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ നുറുങ്ങിയ ഹൃദയത്തോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ അങ്ങയെ ആരാധിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. തിരുവോസ്തിരൂപനായ ഈശോയിലേക്ക് നമുക്ക് നോക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോയുടെ അരുമ ശിഷ്യനായ യോഹന്നാനെ നമ്മൾ കാണുന്നുണ്ട്. അവന് ഈശോയുടെ ഹൃദയത്തോട് അല്പം അടുപ്പം കൂടുതലുണ്ടായിരുന്നു. ഈശോയുടെ വക്ഷസ്സിലേക്ക് ചാരിക്കിടന്ന് അവന്റെ ഹൃദയത്തുടിപ്പുകൾ മനസ്സിലാക്കിയ ശിഷ്യൻ ഈശോയുടെ ഹൃദയഭാവത്തെ മനസ്സിലാക്കാൻ ശക്തി ലഭിച്ചത് പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടതിന് ശേഷം അവൻ കർത്താവിന്റെ ദിനത്തിൽ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റെത് പോലുള്ള ഒരു സ്വരം പുറകിൽ നിന്ന് കേട്ടു. തന്നോട് സംസാരിച്ച സ്വരം ശ്രവിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 പീഠങ്ങൾ കണ്ടു. ഈ ദൈവപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ, അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച, അവന്റെ ശിരസ്സും മുടിയുമാകട്ടെ വെൺമഞ്ഞ് പോലെയും വെൺകമ്പിളി പോലെയും ധവളം, നയനങ്ങൾ തീജ്വാല പോലെ, പാദങ്ങൾ ചൂളയിൽ ഉരുകിയ പിച്ചള പോലെ, സ്വരം പെരുവെള്ളത്തിൻ്റെത് പോലെയും. അവന്റെ വലതു കൈയിൽ 7 നക്ഷത്രങ്ങൾ, വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവാൾ തലവാൾ, വദനം പൂർണ്ണ ശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ. അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദ്യവും അന്തവും ജീവിക്കുന്നവനും. ഇതാ ഞാൻ നിത്യം ജീവിക്കുന്നു. നിത്യം ജീവിക്കുന്നവനും ഈ അൾത്താരമധ്യേ സന്നിഹിതനായിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ നമുക്ക് ഹൃദയപൂർവ്വം ആരാധിക്കാം.
യോഹന്നാൻ ശ്ലീഹ കണ്ടതുപോലെ ഏഴ് വിളക്കിന്റെ നടുവിൽ എഴുന്നള്ളിയിരിക്കുന്ന പ്രഭാപൂർണനായ നമ്മുടെ ദൈവത്തെ ഒന്ന് ചേർന്ന് പാടി ആരാധിക്കാം. ഏഴു വിളക്കിൻ നടുവിൽ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ജീവിതത്തെ ഭരിക്കാതിരിക്കാൻ കൃപ തരണമേ ഈശോയെ. ഹൃദയം തുറങ്ങി ആരാധിക്കാം. നിന്റെ ഹിതത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവഹിതത്തെ ആത്മാർത്ഥമായി അന്വേഷിച്ച വിശുദ്ധരെ പോലെ, പരിശുദ്ധ അമ്മയെ പോലെ തീക്ഷ്ണതയോട് ദൈവഹിതം തേടാനായിട്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയും ശക്തിയും നൽകണമേ ഈശോയെ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. നിന്റെ ഹിതത്തിൻ നിറവിൽ
വിശുദ്ധരെല്ലാവരും ഈശോയുടെ തിരുഹൃദയത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ പരിശ്രമിച്ചവരാണ്. അവിടുത്തെ ഹൃദയഭാവങ്ങളും ഹൃദയ വിചാരങ്ങളും ഹൃദയത്തിന്റെ നൈർമല്യവുമെല്ലാം തങ്ങളുടെ ജീവിതങ്ങളിലും തങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിക്കാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തവരാണ്. ഈശോയുടെ ഹൃദയാഭിലാഷങ്ങളും ഇഷ്ടങ്ങളും ലോകത്തിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ മാത്രമാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. വിശുദ്ധരെ പോലെ നമുക്കും ഈ തിരുഹൃദയ തിരുനാളിൽ ഈശോയുടെ ഹൃദയത്തിന് അനുരൂപപ്പെടുന്ന വിധത്തിൽ ഈശോയുടെ ഹൃദയ വിചാരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകാനായിട്ട് ഈശോയുടെ ഇഷ്ടങ്ങളോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ അൽഫോൻസാമ്മ ഈശോയുടെ തിരുഹൃദയത്തിൽ തന്നെ ഒളിപ്പിച്ചു വെച്ച വിശുദ്ധയാണ്. തന്നെ മുഴുവനായും തന്റെ എല്ലാമെല്ലാമായ ഈശോയുടെ ഹൃദയത്തിൽ മറച്ചു വയ്ക്കാൻ അവൾ ആഗ്രഹിച്ചു. അവളിലൂടെ ഈശോയുടെ ഹൃദയം ലോകത്തിൽ ഉയർത്തപ്പെടാൻ, ആദരിക്കപ്പെടാൻ, ബഹുമാനിക്കപ്പെടാൻ അവൾ പരിശ്രമിച്ചു. അവളുടെ പ്രാർത്ഥന പോലും താനാകുന്ന സൃഷ്ടി ഈശോയുടെ ഹൃദയത്തിൽ മറഞ്ഞിരുന്നു കൊണ്ട് അവിടുത്തെ വെളിപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ളതായിരുന്നു. ആ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: ഓ ഈശോനാഥ, അങ്ങേ തിരുഹൃദയത്തിലെ തിരുമുറിവിൽ എന്നെ മറക്കണമേ. സ്നേഹിക്കപ്പെടാനും വിലമതിക്കപ്പെടുവാനുമുള്ള എന്റെ ആശയിൽ നിന്നും എന്നെ വിമുക്തനാക്കണമേ. കീർത്തിയും ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ഒരു പരമാണുവും അങ്ങേ ദിവ്യഹൃദയത്തിലെ സ്നേഹജ്വാലയിലെ ഒരു പൊരിയും ആകുന്നത് വരെ എന്നെ എളിമപ്പെടുത്തണമേ. സൃഷ്ടികളെയും എന്നെ തന്നെയും മറക്കുന്നതിനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ ഈശോയെ. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാധുര്യമായ എന്റെ ഈശോയെ, നിന്റെ ദിവ്യകതിരിനാൽ എന്റെ ബോധത്തെ തെളിയിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഹൃദയത്തെ ശുദ്ധീകരിച്ച് നിന്റെ നേർക്കുള്ള സ്നേഹത്താൽ എരിയിച്ച് എന്നെ നിന്നോട് ഒന്നിപ്പിക്കണമേ. ഓ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, വിശുദ്ധ അൽഫോൻസാമ്മയെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ തിരുഹൃദയത്തിൽ അങ്ങ് ഞങ്ങളെ മറക്കണമേ. ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് ഏറ്റുപറയാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഓ സ്നേഹം തന്നെയായ ഈശോയെ, ഞങ്ങൾ യഥാർത്ഥത്തിൽ നിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന് നിന്നോടൊപ്പം ജീവിക്കുമ്പോൾ എങ്ങനെയാണ് ലോകത്തിൽ ഞാൻ എല്ലാവരും അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കാൻ കഴിയുക? എങ്ങനെയാണ് ലോകത്തിൽ വിലമതിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കാൻ കഴിയുക? എങ്ങനെയാണ് ലൗകിക സുഖങ്ങളിൽ മുഴുകി ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയുക? ഈശോയെ, സൃഷ്ടികളെ സ്നേഹിച്ച് സൃഷ്ടാവിനെ മറന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ വേറിട്ട ഒരു ജീവിത ശൈലിയും ജീവിതക്രമവും ഞങ്ങൾക്ക് നൽകണമേ. അത് അങ്ങേ തിരുഹൃദയത്തിന്റെ തുടിപ്പുകൾ അറിഞ്ഞ്
അങ്ങേ ഹിതം അനുസരിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമയെ പോലെ ഈശോയുടെ തിരുഹൃദയത്തിൽ മറഞ്ഞിരിക്കാനുള്ള ആഗ്രഹത്തോടുകൂടി നമുക്കും പ്രാർത്ഥിക്കാം. തിരുഹൃദയത്തിലെ തിരുമുറിവിൽ നാഥ മറക്കണമേ, എന്നെ മറക്കണമേ. തിരുഹൃദയത്തിലെ തിരുമുറിവിൽ നാഥ മറക്കണമേ, എന്നെ മറക്കണമേ. പരമാണു പൊരിയായി പരിണമിക്കും വരെ സ്നേഹാഗ്നി ജ്വാലയിൽ എരിയട്ടെ ഞാൻ. പരമാണു പൊരിയായി പരിണമിക്കും വരെ സ്നേഹാഗ്നി ജ്വാലയിൽ എരിയട്ടെ ഞാൻ. തിരുഹൃദയത്തിലെ തിരുമുറിവിൽ നാഥ മറക്കണമേ, എന്നെ മറക്കണമേ. സൃഷ്ടികളൊക്കെയും എന്നെ മറക്കട്ടെ, എന്നഹംഭാവവും മറക്കട്ടെ ഞാൻ. സൃഷ്ടികളൊക്കെയും എന്നെ മറക്കട്ടെ, എന്നഹംഭാവവും മറക്കട്ടെ ഞാൻ. മാധുര്യപൂർണ്ണനെ ഭൗമസമാധാനം കൈപ്പായി മാറ്റുവാൻ കനിയണമേ. മാധുര്യപൂർണ്ണനെ ഭൗമസമാധാനം കൈപ്പായി മാറ്റുവാൻ കനിയണമേ. തിരുഹൃദയത്തിലെ തിരുമുറിവിൽ നാഥ മറക്കണമേ, എന്നെ മറക്കണമേ. തിരുഹൃദയത്തിലെ തിരുമുറിവിൽ നാഥ മറക്കണമേ, എന്നെ മറക്കണമേ. കീർത്തി ബഹുമാനം സ്നേഹം മതിപ്പെല്ലാം മായെന്നെ പഠിപ്പിക്കണേ. കീർത്തി ബഹുമാനം സ്നേഹം മതിപ്പെല്ലാം മായെന്നെ പഠിപ്പിക്കണേ. യേശുവിൻ സ്നേഹമേ സത്യവെളിച്ചമേ ബുദ്ധിക്കു നൽകണേ വരദാനമാ. യേശുവിൻ സ്നേഹമേ സത്യവെളിച്ചമേ ബുദ്ധിക്കു നൽകണേ വരദാനമാ. തിരുഹൃദയത്തിലെ തിരുമുറിവിൽ നാഥ മറക്കണമേ, എന്നെ മറക്കണമേ. തിരുഹൃദയത്തിലെ തിരുമുറിവിൽ നാഥ മറക്കണമേ, എന്നെ മറക്കണമേ. പരമാണു പൊരിയായി പരിണമിക്കും വരെ സ്നേഹാഗ്നി ജ്വാലയിൽ എരിയട്ടെ ഞാൻ. പരമാണു പൊരിയായി പരിണമിക്കും വരെ സ്നേഹാഗ്നി ജ്വാലയിൽ എരിയട്ടെ ഞാൻ. തിരുഹൃദയത്തിലെ തിരുമുറിവിൽ നാഥ മറക്കണമേ, എന്നെ മറക്കണമേ. തിരുഹൃദയത്തിലെ തിരു
നമുക്ക് ഈശോയോട് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. പാപവും പാപ സാഹചര്യങ്ങളും ഞങ്ങളെ വീർപ്പുമുട്ടിക്കുന്ന ഈ ജീവിത സാഹചര്യത്തിൽ നിന്റെ തിരുഹൃദയത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു ഈശോയെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ വശ്യതയിൽപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അതിൽ നിന്നെല്ലാം ഞങ്ങളെ മോചിപ്പിച്ച് ഈ ലോകത്തിന്റെ നശ്വരതയെ മനസ്സിലാക്കി നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കാൻ അങ്ങേ തിരുഹൃദയ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. ഈ ലോകമോഹങ്ങളിൽ നിന്ന് ഞങ്ങളെ മറച്ചു പിടിക്കണമേ ഈശോയെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും വിജയം കൈവരിക്കുമ്പോഴും നേട്ടങ്ങൾ ഉണ്ടാകുമ്പോഴും അഭിവൃദ്ധി ഉണ്ടാകുമ്പോഴും സ്വന്തം കഴിവിൽ അഹങ്കരിച്ച് അഹങ്കാരവും ഞാനെന്ന ഭാവവും ഞങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കാൻ അങ്ങേ തിരുഹൃദയത്തിൽ ഞങ്ങളെ ഒളിപ്പിക്കണമേ ഈശോയെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖങ്ങളും ദുരിതങ്ങളും ഞങ്ങളെ അലട്ടുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ തകർച്ചകൾ നേരിടുമ്പോൾ ഇനി എങ്ങനെ ജീവിക്കണം, മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പോലും ചിന്തിച്ച് വിഷമിച്ചു കഴിയുമ്പോൾ സഹനങ്ങൾ ഒന്നൊന്നായി ഞങ്ങളെ പിന്തുടരുമ്പോൾ എവിടെയും ഒരു സമാശ്വാസം കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് നീറിക്കഴിയുമ്പോൾ വഴിയും സത്യവും ജീവനുമായ അങ്ങയിലുള്ള ഞങ്ങളുടെ പ്രത്യാശയെ വർദ്ധിപ്പിച്ച് അങ്ങേ തിരുഹൃദയത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ ഈശോയെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യേശോയെ, ലോകം കോവിഡ് മഹാമാരിയാൽ വളരെ ദുരിതം അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ സകലരെയും ഞങ്ങൾ അങ്ങേ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കട്ടെ. മരണത്തോട് മല്ലടിച്ചു കിടക്കുന്നവർ, വേണ്ടത്ര ചികിത്സയും ശ്രദ്ധയും പരിചരണവുമൊന്നുമല്ല കിട്ടാതെ ക്ലേശിക്കുന്നവർ, ഈ ദുരിതത്തിന്റെ പരിണിത ഫലമായി ജോലിക്ക് പോകാൻ സാധിക്കാതെ ദാരിദ്ര്യത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടിലും മറ്റു പ്രതിസന്ധികളിലും ആയിരിക്കുന്നവർ, ഈശോയെ അവരെയെല്ലാം അങ്ങ് കാണണമേ. പ്രത്യേകമായിട്ടും ഞങ്ങളുടെ ഇടവകയെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ഇടവകയിലെ ഓരോ കുടുംബങ്ങളിലേക്കും അങ്ങയുടെ കാരുണ്യം വർഷിക്കണമേ ഈശോയെ. ഞങ്ങളുടെ ഇടവകയിൽ കോവിഡ് മഹാമാരിയാൽ ദുരിതം അനുഭവിക്കുന്ന സകലരെയും പ്രത്യേകം അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. രോഗത്തിന്റെ മേൽ അധികാരമുള്ളവനെ, പാപത്തിന്റെ മേൽ അധികാരമുള്ളവനെ, സാപത്തിന്റെ മേൽ അധികാരമുള്ളവനെ, പിശാചുക്കളുടെ മേൽ അധികാരമുള്ളവനെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കാരുണ്യത്തിന്റെ തണലിലേക്ക് ഞങ്ങളിതാ ചേർത്ത് വയ്ക്കട്ടെ. സർവകൃപയും അനുഗ്രഹവും അങ്ങിൽ നിന്ന് വരുന്നുവെന്നും
സകലതും സാധ്യമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരണമേ. ഓരോരുത്തരെയും സൗഖ്യത്താൽ നിറയ്ക്കണമേ ഈശോ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ലോകം മുഴുവനെയും ചേർത്ത് വയ്ക്കട്ടെ. ഈ രോഗാവസ്ഥയെ അങ്ങയുടെ തിരിച്ചോര കൊണ്ട് കഴുകണമേ എന്നും അങ്ങേ തിരുഹൃദയത്തിൽ ഞങ്ങളെയും ലോകം മുഴുവനെയും അങ്ങേ തിരുഹൃദയ തണലിൽ സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ അതിരൂപതയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അതിരൂപത സ്ഥാപിതമായിട്ട് 125 വർഷം പൂർത്തിയാക്കപ്പെടുന്ന ഈ നിമിഷത്തിൽ നാളിതുവരെയും നൽകിക്കൊണ്ടിരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ സഭാധികാരികളെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. സഭാധ്യക്ഷൻ കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവിനെയും മാർ ആന്റണി കരിയിൽ പിതാവിനെയും രൂപതയിൽ നേതൃത്വ നിലയിലുള്ള എല്ലാ വൈദികരെയും അതുപോലെ രൂപതയിൽ വിവിധ സേവനങ്ങൾ അനുഷ്ഠിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വൈദികരെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ഓരോ ഇടവകളും ഓരോ കുടുംബങ്ങളും അനുനിമിഷം അഭിവൃദ്ധിയിലും സ്നേഹത്തിലും വിശ്വാസത്തിലും ആഴപ്പെടാനായിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട അജപാലകരിലൂടെ അങ്ങ് പ്രവർത്തിക്കണമേ ഈശോയെ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൃപയും കൊണ്ട് നിറയ്ക്കണമേ. അതിരൂപതയുടെ എല്ലാ നിയോഗങ്ങളും ഞങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. പിതാക്കന്മാരുടെ നിയോഗങ്ങളും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ തിരുഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നു. അങ്ങയെ സംരക്ഷണം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾ ഈ നിമിഷം ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഓ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിന്റെ മുൻപിലേക്ക് ഞങ്ങളെ പൂർണ്ണമായും ചേർത്ത് വയ്ക്കട്ടെ. ഞങ്ങൾ സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളും യാചനകളും വേദനകളും എല്ലാം നീ ഹൃദയപൂർവ്വം കൈക്കൊള്ളുമെന്ന് ഞങ്ങൾക്കറിയാം. കാരണം നീ സ്നേഹം തന്നെയായ ദൈവമാണല്ലോ. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണെന്ന്. ഈശോയെ, സ്നേഹം തന്നെയായ അങ്ങയുടെ തിരുമുറിവുകളിൽ അങ്ങ് ഞങ്ങളെ മറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ ഇരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് എല്ലാം എൻ്റെ ഈശോയാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങയുടെ തിരുഹൃദയത്തണലിൽ വിശുദ്ധരെ പോലെ അഭയം പ്രാപിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിതാ അങ്ങയെ പാടി ആരാധിക്കുന്നു. അങ്ങേ
ബലവും നൽകി അതിൽ നിന്നും വീണ്ടെടുത്ത് അങ്ങയിലേക്ക് നോക്കി ജീവിക്കാൻ ഞങ്ങളുടെ ജീവിത വഴിയാത്രയിലെ പാഥേയമാകാൻ തിരുവോസ്തിയായി തീർന്നതും ഈശോയെ നിന്റെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണല്ലോ. ഞങ്ങളെ ആരാധിക്കുന്നു. അങ്ങ് നീതിമാനായിരുന്നിട്ടും നീതിരഹിതരായ ഞങ്ങൾക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച് കാൽവരിയിലെ കുരിശിൽ സകല നിന്ദനങ്ങളും അപമാനങ്ങളും ഏറ്റെടുത്ത് യാഗമായി തീർന്നതും നാഥനായ ദൈവമേ, അങ്ങ് നീതിമാനായിരുന്നിട്ടും നീതിരഹിതരായ ഞങ്ങൾക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച് കാൽവരിയിലെ കുരിശിൽ സകല നിന്ദനങ്ങളും അപമാനങ്ങളും ഏറ്റെടുത്ത് മരണത്തെ തോൽപ്പിച്ച് മൂന്നാം ദിവസം മഹിമ പ്രതാപവാനായി ഉയർത്തെഴുന്നേറ്റതും ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു.
ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമായ നമ്മുടെ തിരുഹൃദയക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ തിരുഹൃദയം ഏറ്റവും നന്നായി മുന്നേറുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ തിരുഹൃദയയിലെ എല്ലാ കുടുംബങ്ങളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമാണ്. നമുക്കിപ്പോൾ ആ പ്രതിഷ്ഠ നവീകരിക്കും. ഈശോയുടെ തിരുഹൃദയത്തിനുള്ള പ്രതിഷ്ഠാജം പരിശുദ്ധ കുർബാനയും സത്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോ, ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനുമായി അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയുടേതായി തുടരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ തിരുഹൃദയത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ സമർപ്പണത്തെ കരുണാപൂർവ്വം സ്വീകരിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയവും ലൗകികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ദിവ്യകാരുണ്യനാഥ, അങ്ങേക്കെതിരായി ചെയ്തു പോയ പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനിമേൽ അങ്ങേ തിരുമനസ്സിന് അനുയോജ്യമാം വിധം ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. കരുണാനിധിയായ ഈശോ, ഞങ്ങളുടെ മാതാവായ തിരുസഭയെയും ഞങ്ങളുടെ അതിരൂപതയെയും ഈ ഇടവകയെയും ഇതിലെ സ്ഥാപനങ്ങളെയും അങ്ങ് കാത്തു പരിപാലിക്കണമേ. അങ്ങേ പ്രതിനിധിയായ മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ മേലധ്യക്ഷ പിതാവുമായ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അതിരൂപത വികാരി മാർ ആന്റണി പിതാവിനെയും മെത്രാപ്പോലിത്തായെയും മറ്റ് അധ്യാപകരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ദൈവമഹത്വത്തിനായുള്ള അവരുടെ ഉദ്യമങ്ങളെ സഫലമാക്കണമേ. ഭക്തിതീഷ്ണതയുള്ള ധാരാളം വൈദികരെയും സന്യാസികളെയും ആത്മായ പ്രേക്ഷിതരെയും സഭയ്ക്ക് പ്രദാനം ചെയ്യണമേ. ദിവനാഥ, ഇപ്പോൾ അങ്ങേ തിരുസന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ. രോഗികളോടും മരണവേദന അനുഭവിക്കുന്നവരോടും കരുണ കാണിക്കണമേ. പാപികളെ മാനസാന്തരപ്പെടുത്തുകയും ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെ മോചിപ്പിക്കുകയും ചെയ്യണമേ. സ്നേഹരാജനായ ഈശോ, ഞങ്ങളുടെ രാജ്യത്തെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. എല്ലാ അസ്വസ്ഥതകളിലും വിപത്തുകളിൽ നിന്നും അതിനെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ വിദ്യാലയങ്ങളെയും ആതുരാലയങ്ങളെയും മറ്റ് സ്ഥാപനങ്ങളെയും ശത്രുക്കളുടെയും ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഈ പ്രതിഷ്ഠയും യാചനകളും അങ്ങയുടെ പ്രിയമാതാവും ഭാരതരാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയം വഴി അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ആമേൻ. ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നിടുവാൻ നിത്യനവോന്നതമപ്പം നീ മാനവനേ മോദമോടെ
യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽക്കൂ. ഈ സ്നേഹത്തിൻ്റെ ദൈവവും കർത്താവും നീയാണെന്നേറ്റു ചൊല്ലുന്നു ഞങ്ങൾ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽക്കൂ. അങ്ങേക്ക് പ്രീതികരമായവ ചെയ്യുവാൻ ഞങ്ങളെ നീ തന്നെ അനുഗ്രഹിക്കൂ. അങ്ങേക്കു വേദന ചേർക്കുന്നതൊന്നുമേ ചെയ്യാതിരിക്കുവാൻ നീ തുണയ്ക്കൂ. യേശുവിൻ മാധുര്യമേറും ഹൃദയമേ, നിൻ മുൻപിലാദരവോടെ നിൽക്കൂ. പരിശുദ്ധ പരമാധികാരണത്തിന് പരിശുദ്ധ പരമാധികാരണത്തിന് പരിശുദ്ധ പരമാധികാരണത്തിന് ആരാധന സമാപിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയ തണലിൽ നമുക്ക് ഓരോരുത്തർക്കും വളർന്നു വരുവാനായിട്ട് ഇടയാകട്ടെ. ഈശോ മിശിഹായ്ക്ക് തുതിയായി.